കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പുംപടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLAയോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു, ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു 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 താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ? അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, മെറ്റ എന്ന് പറയണം, ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട്. ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ ഓർഡറെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇവർ ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ, ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ പോയിട്ടുണ്ട് 3 എണ്ണം. ഇത് ഒരുപാടെണ്ണം പോയിട്ടുണ്ട്. അതായത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ ആളുകൾ വെച്ച കാര്യം. ഒന്ന്, ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700-ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. എൻ്റെ ഇടപെടലുകളും എൻ്റെ വിശ്വാസമുണ്ട് വളരെ ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം. ആ പ്രസംഗം ഓൺലൈൻ ചാനലുകളിൽ കൊടുത്തിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്, KCBC മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് വെച്ച എൻ്റെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഈ സോഷ്യൽ മീഡിയയിലെ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ എല്ലാ റിലീസും. ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യുമോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമോ? മെറ്റ ചെയ്യുമോ? ചെയ്താൽ